കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 10-15 കൊല്ലമെങ്കിലും ആയി കാണും ഞാൻ ഡാൻസ് പഠിച്ചിട്ട്. അത്രയും നാൾ ഗ്യാപ്പ് ഇട്ടതിന് ശേഷമാണ് ഞാൻ വീണ്ടും ഡാൻസ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഈ വിജയദശമിയുടെ അന്നായിരുന്നു കേട്ടോ ഞാൻ ചൂട് വെച്ചത്. ആ അതെന്തായാലും അവിടെ നിൽക്കട്ടെ. അപ്പോൾ കണ്ണാടി കണ്ടപ്പോൾ പാപ്പുവിൻ്റെ എക്സ്പ്രഷൻ കേട്ടോ ഇപ്പം നിങ്ങൾ ഈ കണ്ടത്. ഇനിയിപ്പോൾ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എപ്പോഴാണ് കറക്റ്റ് സമയത്ത് നിനക്ക് എത്തേണ്ടത്, എപ്പോഴത്തേക്ക് എത്തിക്കണം എന്നൊക്കെയുള്ള ചർച്ചയായിരുന്നു. ഡാ ഇവിടാണ് കേട്ടോ ഞാൻ ഡാൻസ് പഠിക്കുന്നത്. ആതിഥേയ ഇവിടെ ഡാൻസ് മാത്രമല്ല കേട്ടോ, ഡ്രോയിങ്ങും ഇൻസ്ട്രുമെൻസും സോങ്ങും എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതാ ഇത്രയും സ്റ്റെപ്പ് കയറി പോകണം. അങ്ങനെ പാപ്പുവിനെ പറഞ്ഞിട്ട് ഞാനിതാ നേരെ ക്ലാസ്സിലേക്ക് ചെന്നു. ഇത്രയും വിശാലമായി കിടക്കുന്നതാണ് കേട്ടോ എൻ്റെ ക്ലാസ് റൂം. ആദ്യം ഒരു കുറച്ച് പ്രാക്ടീസ് കഴിഞ്ഞപ്പോൾ ദാഹിച്ച് വെല്ലാണ്ടായിട്ട് വേറെ ഒന്നും കൊണ്ടല്ലേ, എപ്പോഴും എനിക്ക് വെള്ളം കുടിക്കുന്നൊരു ശീലമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് എന്തായാലും ഞാൻ ചുവട് വെച്ച് തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെയൊക്കെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഞാനിവിടെ ബെഞ്ചിൽ ചാരി വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴേക്കും അടുത്ത സെക്ഷനും എത്തി. അതും കഴിഞ്ഞ് നമുക്ക് തിയറി ക്ലാസ് ആയിരുന്നു. തിയറി ക്ലാസ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും എങ്ങനെ പോയാലും ഒരു 1.25-2.5 മണിക്കൂർ അടുത്തെത്തും കേട്ടോ. അങ്ങനെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഇതാണ് കേട്ടോ എൻ്റെ ഡാൻസ് ടീച്ചർ. ഉണ്ണിമായ എന്നാണ് പേര്. പുള്ളിക്കാരി ചില്ലറക്കാരിയൊന്നും അല്ല കേട്ടോ, സ്വന്തമായിട്ടൊരു ഡാൻസ് സ്കൂളൊക്കെ ഉണ്ട്. കലാർപ്പണ എന്നാണ് കേട്ടോ സ്കൂളിൻ്റെ പേര്. അപ്പം സ്കൂൾ വരുന്നത് നമ്മുടെ കമ്പളക്കാടാണ്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ വേഗം പോയി ജോയിൻ ചെയ്തോളൂ കേട്ടോ. ഇനിയിപ്പോൾ എന്താ, നേരെ അങ്ങനെ ഞാൻ വണ്ടി പിടിച്ച് വീട്ടിൽ വന്നു. ഇനിയിപ്പോൾ വല്ലതും കഴിക്കണം, കുറച്ചു നേരം കിടന്ന് ഉറങ്ങണം. അപ്പം നാളെ കാണാം.